നോക്കൂ നിങ്ങളെ, ഇന്ന് പോലുമുള്ള വാർത്തയുണ്ട്. ഈ വിഷണറി ഇല്ലായ്മ, കാഴ്ചപ്പാടില്ലായ്മ ഇന്ത്യയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തീരുവയുടെ പ്രശ്നം ഈ ബത്തേരിക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബത്തേരിയിൽ ഒരുപാട് കൃഷിക്കാരില്ലേ? ഏതെല്ലാം തരം കൃഷി ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ കയറ്റുമതിയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ന് മോദിയുടെ ഭീരുത്വം കൊണ്ട് അമേരിക്ക നമുക്ക് മുകളിൽ ചാർത്തിയിരിക്കുന്നത്. എന്തായിരുന്നു ഈ മോദി പറഞ്ഞത്? അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ പോയി എന്ന് പറയാവുന്ന വിധത്തിൽ മോദിക്ക് അങ്ങ് ട്രംപിന് വേണ്ടി വോട്ട് വാങ്ങിക്കൂട്ടാൻ പോയത് ഈ മനുഷ്യനാണ്. മൈ ഫ്രണ്ട് എന്നാ പറഞ്ഞിരുന്നത്. ആരെ കുറിച്ച്? ഈ ട്രംപിനെ കുറിച്ച്. മൈ ഫ്രണ്ട്. ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഫ്രണ്ട് ആയാ മതിയാ? ഞാൻ മോദിയോട് ചോദിക്കട്ടെ, ഈ തീരുവ ഇത്രമേൽ ഇന്ത്യയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട ബത്തേരിക്കാരോട് പറയട്ടെ, 21 ദിവസമെങ്കിലും ഇനി ആ വിഷയത്തിന്റെ മുകളിൽ ചർച്ചയുണ്ടാവില്ല. ഈ 21 ദിവസത്തിനകം ഇന്ത്യക്ക് ഓയിൽ വാങ്ങണ്ടേ? ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണ്ടേ? നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ മുകളിലേക്ക് വിപണനാവശ്യാർത്ഥം പോവാത്തവണ്ണം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ വില കിട്ടുക? എങ്ങനെയാണ് കിട്ടുക? വിപണന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ട എനർജി, പെട്രോളിയം ഉൽപ്പന്നത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വില കൂടിയാൽ എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ വിൽക്കാനാവുക? വിവരമില്ലായ്മ, കാഴ്ചപ്പാടില്ലായ്മ, അതിന്റെ പേരിൽ മാത്രം. ഇത് തുടങ്ങിയത് എപ്പോഴാണ് പരിശോധിക്കേണ്ട കാര്യമല്ലേ? ഈ പഹൽഗാമില് നമുക്കറിയാം, തീവ്രവാദികൾ ഭീകരമായ ആക്രമണം നടത്തുന്നതോട് അനുബന്ധമായി പാകിസ്ഥാനുമായി ഇന്ത്യയുടെ യുദ്ധം ഉണ്ടായി. ആ യുദ്ധം അവിചാരിതമായി. ആ യുദ്ധം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ വിയോജിപ്പുകളും ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കൊടുത്തു. ഇത് മര്യാദയാണ്. അത് നമ്മളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആര് ഭരിക്കുന്നു എന്നതല്ല, ഇത് നമ്മുടെ നാടാണ്.